നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ബാബാ സാഹേബ് അംബേദ്കർ എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഭരണഘടന ആയിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാലുണ്ടല്ലോ ശരിക്കും അമ്പരന്ന് പോകും. പുസ്തകങ്ങളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു ക്രേസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. മുംബൈയിലെ അദ്ദേഹത്തിന്റെ വീടായ രാജഗൃഹം കണ്ടിട്ടുണ്ടോ? അവിടെ മാത്രം ഏകദേശം 50,000-ലധികം പുസ്തകങ്ങളാണ് അദ്ദേഹം ശേഖരിച്ചു വെച്ചിരുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ ലൈബ്രറികളിൽ ഒന്നായിരുന്നു അത്. ഭക്ഷണം കഴിക്കാൻ പോലും മറന്ന് പുസ്തകങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതൊക്കെയാണ് യഥാർത്ഥ മാസ്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഡ്രസ്സിംഗ് സെൻസ്, എപ്പോഴും നല്ല വെടിപ്പുള്ള കോട്ടും സൂട്ടും ടൈയും. അത് വെറുതെ ഒരു ഫാഷന് വേണ്ടി ആയിരുന്നില്ല, തന്റെ ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകാൻ ഏറ്റവും മാന്യമായി തന്നെ ലോകത്തിന് മുന്നിൽ നിൽക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സംഗീതത്തോടുള്ള അദ്ദേഹത്തിന് ഇഷ്ടമാണ്. വയലിൻ വായിക്കാൻ അദ്ദേഹം പഠിച്ചിരുന്നത് എത്ര പേർക്കറിയാം? വയലിന്റെ ആ തന്ത്രികളിൽ വിരലോടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അത് അദ്ദേഹം ഒരുപാട് ആസ്വദിച്ചിരുന്നു. ഭരണഘടന എഴുതുന്ന തിരക്കുകൾക്കിടയിലും മനസ്സിനൊന്ന് കൂളാക്കാൻ അദ്ദേഹം സംഗീതത്തെ കൂട്ടുപിടിച്ചു. വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല, കലയെയും വായനയെയും പ്രണയിച്ച ഒരു പച്ചയായ മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും നിയമവും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ജീവിതത്തിന്റെ നട്ടല്ലായിരുന്ന കുടുംബത്തെ കുറിച്ച് അധികം ആരും പറയാറില്ല. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ രമാബായി അദ്ദേഹം കല്യാണം കഴിക്കുന്നത് 15-ാമത്തെ വയസ്സിലാണ്. അന്ന് രമാബായിക്ക് 9 വയസ്സായിരുന്നു. അംബേദ്കറുടെ കഠിനമായ പഠനകാലത്തും വിദേശ യാത്രകളിലും വലിയ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിന് താങ്ങായി നിന്നു. ദീർഘകാലത്തെ അസുഖത്തെ തുടർന്ന് 1935-ൽ അവർ അന്തരിച്ചു. അംബേദ്കർ തന്റെ തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്ന പുസ്തകം അവർക്കായി സമർപ്പിച്ചിട്ടുണ്ട്. 1948 ഏപ്രിൽ 15-ന് അംബേദ്കർ രണ്ടാമതും വിവാഹം കഴിച്ചു. ഡോക്ടർ സവിത അംബേദ്കർ. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ശാരദ കബീർ എന്ന ഡോക്ടറായിരുന്നു അവർ. വിവാഹശേഷം അവർ മതം മാറുകയും സവിത എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ആരോഗ്യകാര്യങ്ങൾ നോക്കുന്നതിലും എഴുത്തുകളിലും അവർ വലിയ പങ്കുവഹിച്ചു. 2003-ൽ മുംബൈയിൽ വെച്ചാണ് അവർ അന്തരിച്ചത്. വെറും ഒരു ഭരണഘടനാ ശില്പി മാത്രമല്ല അദ്ദേഹം, വലിയ സങ്കടങ്ങളുടെയും പ്രതിസന്ധികളെയും അതിജീവിച്ച, കുടുംബത്തെ പ്രാണനായി കണ്ട, സംഗീതത്തെയും വായനയും പ്രണയിച്ച വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നമ്മൾ കാണുന്ന ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഒരുപാട് കണ്ണുനീരും കഠിനാധ്വാനം ഉണ്ടെന്ന് ഓർക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ശരി എന്നാ.